വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ തൻ്റെ ചുറ്റും കൂടിയ ജനക്കൂട്ടത്തിന്റെ ബാഹുല്യ നിമിത്തം ഈശോ ഒരു വഞ്ചിയിൽ കയറി അവരെ പഠിപ്പിക്കുവാൻ ആരംഭിക്കുന്നതായി നമ്മൾ വായിച്ചു കേൾക്കുന്നു. 3-ാം അധ്യായം ആരംഭിക്കുന്നത് കൈ ശോഷിച്ച ഒരുവനെ സാബത്ത് ദിവസം ഈശോ സുഖപ്പെടുത്തുന്ന സംഭവം വിവരിച്ചുകൊണ്ടാണ്. സിനഗോഗിൽ സാബത്ത് ദിവസം രോഗശാന്തി നൽകിയതുകൊണ്ട് ജനപ്രമാണികൾ അവനെ തിരസ്കരിക്കുകയും അവനെ സിനഗോഗിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്നു. സിനഗോഗിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഈശോ വിശാലമായ കടൽ തീരത്തേക്കാണ് പിന്നീട് പോകുന്നത് എന്ന് വചനത്തിലൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ജീവിതത്തിൽ പരാജയമുണ്ടായപ്പോൾ, തിരസ്കാരമുണ്ടായപ്പോൾ അതിനെ പ്രതി നിരാശനാകുകയല്ല കർത്താവ് ചെയ്തത്, മറിച്ച് അതിനെ ഒരു അവസരമായി എടുത്തുകൊണ്ട് വിശാലമായ കടൽ തീരത്തേക്കും വിശാലമായ ജനക്കൂട്ടത്തിലേക്കുമാണ് കർത്താവ് യാത്രയാകുന്നത്. നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം. എന്നാൽ അതിനെയെല്ലാം അവസരങ്ങളായി എടുത്തുകൊണ്ട് വിജയത്തിലേക്ക് നടന്നെടുക്കണം എന്ന് ഇന്നത്തെ വചനം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അടഞ്ഞ വാതിലുകളെ നോക്കി നിൽക്കാതെ തുറക്കപ്പെടുന്ന വിശാലമായ വാതിലുകളിലൂടെ സഞ്ചരിക്കുവാനും വിജയം വരിക്കുവാനുമാണ് കർത്താവ് ഇന്ന് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.